കെ ഹരിദാസ്, മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, അവർ സ്വപ്നം കാണുന്നുണ്ട്. അതിനനുസരിച്ചായിരിക്കണം പ്രവൃത്തികൾ, വെല്ലുവിളികളെയൊക്കെ നേരിടണം എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിൽ അധിഷ്ഠിതമായ ഒരു ഭരണം അത് തന്നെയാണ് പറയുന്നത്. അവിടെ വേറെ നേതൃസ്ഥാനത്തേക്ക് ആരെയും പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതൊന്ന്. രണ്ട്, വ്യക്തി കേന്ദ്രീകൃതമല്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന മൂന്നാം സർക്കാർ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം ദുർബലമായി CPM എന്ന പാർട്ടി? ആ ദുർബലതയുടെ ഏറ്റവും വലിയ പര്യായമല്ലേ എന്റെ ജീവിതത്തിൽ. എനിക്കിപ്പോ 65 വയസ്സാണ്. ഞാനൊരു 15 വയസ്സ് മുതൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കുറച്ചു കാലം ഞാൻ ഈ CPM-ലാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല. ഒരു വ്യക്തി തന്നെ കുറിച്ച് കവിത എഴുതാനും കൈകൊട്ടിക്കളിക്ക് പാട്ട് എഴുതാനും തന്നെ പുകഴ്ത്തി പാടാനും വേണ്ടിയിട്ട് പാരിതോഷികങ്ങളും അതുമാതിരി തന്നെ പണവും കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാറി എന്ന് പറയുമ്പോൾ നമ്മൾ അപച്യുതി എന്നല്ലാതെ അതിനെന്താണ് പറയുക? അദ്ദേഹത്തെ കുറിച്ചിട്ട് പുകഴ്ത്തി പാടുന്നവർക്ക് പ്രമോഷൻ നൽകുന്നു, ചോദിച്ച ജോലി നൽകുന്നു, പണം നൽകുന്നു, കൈകൊട്ടിക്കളിപ്പാട്ട് ആസ്വദിക്കുന്നു, തന്നെ വേദിയിലിരുത്തി പുകഴ്ത്തി പറയുന്നവർക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നു. ഇതാണോ കമ്മ്യൂണിസം? ഇതാണോ ഞാൻ വായിച്ചു പഠിച്ച കമ്മ്യൂണിസവും എനിക്കറിയുന്ന കമ്മ്യൂണിസവും? ഇതല്ല. അപ്പോ വ്യക്തി സ്വയം, അതേ സമയത്ത് പാർട്ടിയിലെ മറ്റാരെങ്കിലും അത്തരത്തിലുള്ള ഒരു വ്യക്തി പൂജയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിനെ കടയോടുകൂടി വെട്ടിക്കളയാൻ വേണ്ടിയിട്ടുള്ള ശുഷ്കാന്തി കാണിക്കുന്നു. ഇപ്പൊ P. ജയരാജന് കണ്ണൂര് അമ്പാടി മുക്ക് സഖാക്കൾ അങ്ങനെ ആരൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തിനെ ചെണ്ടാരകമൊക്കെ ആക്കിയത് തീരെ സഹിച്ചില്ല അദ്ദേഹത്തിന്. പക്ഷെ അത് തനിക്കാവാം, എന്നെ പറ്റിയിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പുകഴ്ത്തി പാടിക്കോളൂ എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പറയേണ്ട നിലയിലേക്ക് ഒരു പാർട്ടി ചെന്ന് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പാർട്ടിയുടെ അപച്യുതി. നമ്മൾ പറയില്ലേ, കാതലിനെ ചെതല് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ്. ആ ലക്ഷണം അണികൾ തിരിച്ചറിയാഞ്ഞിട്ടല്ല, അണികൾ തിരിച്ചറിയുന്നുണ്ട്. പിണറായി വിജയന് ചുറ്റുമുള്ള ഉപജാപക വൃന്ദം അത് തിരിച്ചറിയുന്നില്ല. ഈ പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാമ്പത്തിക ലാഭത്തെ കുറിച്ചിട്ട് മാത്രമാണ് അവരുടെ ചിന്ത. നോക്കൂ, ഈ ഏകദേശം 106 മാസമായി ഇപ്പൊ പിണറായി വിജയന്റെ ഭരണം ആരംഭിച്ചിട്ട്. ഈ 106 മാസം മുൻപ് ലക്ഷപ്രഭുക്കളായിരുന്ന പാർട്ടിയുടെ ഒന്നാം നിര രണ്ടാം നിര നേതാക്കളെല്ലാം തന്നെ ഇന്ന് കോടീശ്വരന്മാരാണ്. അതുമാതിരി തന്നെ 10,000 രൂപ കയ്യിലുണ്ടായിരുന്ന 4ാം നിര 5ാം നിര നേതാക്കളൊക്കെ ഇന്ന് ലക്ഷപ്രഭുക്കളാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഞങ്ങളുടെ പിണറായി വിജയൻ എന്ന് പറയുന്ന ദൈവം ഭരണത്തിൽ ഇരുന്ന് കഴിഞ്ഞാലേ ഞങ്ങൾക്ക് സായത്തമാകൂ എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അണികൾക്ക് ജയ് വിളിക്കാനല്ലാതെ മറ്റൊന്നും കഴിയാത്തൊരു സാഹചര്യം വരും. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഗോപി കോട്ടമുറിക്കൽ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി, എറണാകുളം ജില്ലാ സെക്രട്ടറി റൂമില് CCTV മറ്റേ ഒളി ക്യാമറ വെച്ചൊരു സംഭവം ഉണ്ടായി. ഒളി ക്യാമറ വെച്ചത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒളി ക്യാമറ ഇത്തരത്തിലുള്ള സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒളി ക്യാമറ വെക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് 100-ഓ 150-ഓ നേതാക്കന്മാരുടെ റൂമില് ഇത്തരത്തിൽ ഒളി ക്യാമറ വെച്ചാൽ കേരളം ഞെട്ടുന്ന വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പാർട്ടിയുടെ യുവജന വിഭാഗത്തിലെ വലിയൊരു വിഭാഗങ്ങള് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും വിൽക്കുന്ന ഏജന്റുമാരും അതിന്റെ കാരിയേഴ്സും ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പാർട്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഒന്നും ചെയ്യുന്നില്ല. ഭാഗികമായി അതിനെ കണ്ണടയ്ക്കുന്നു. പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോൾ പോലീസ് ജീപ്പിൽ നിന്നും അവരെ ഇറക്കി കൊണ്ടുവരുന്ന പാർട്ടി പ്രവർത്തകരെ ഇതിനൊക്കെ കണ്ണടച്ചുകൊണ്ട് പോലീസ് നിൽക്കുന്നു. അതുപോലെ തന്നെ പോക്സോ കേസിലെ നമ്മളിപ്പോ നമ്മൾ TV കാണുന്നതിനേക്കാൾ പത്രം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ 3-ഓ 4-ഓ പോക്സോ കേസിലെ CPM-ന്റെ അനുഭാവികളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അതുമാതിരി തന്നെ CPM-ന്റെ DYFI SFI പ്രവർത്തകരും പ്രതികളാകുന്നു. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരുപാട് നല്ല സന്ദേശങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്കും യുവജന പ്രസ്ഥാനങ്ങളിലേക്കും വിദ്യാർത്ഥികളിലേക്കും എത്തിക്കേണ്ട ഒരു പ്രസ്ഥാനം, ഒരു ക്രൂരത നിറഞ്ഞ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് കേരളത്തിൽ അധപ്പതിച്ചിരിക്കെ അവർ കാണിച്ചു കൂട്ടിയ എല്ലാവിധ തോന്നിവാസങ്ങളും, സിദ്ധാർത്ഥന്റെ മരണമായാലും കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണമായാലും നടന്ന സാഹചര്യത്തിലെ പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഭംഗിയായി ചെയ്തു മുൻപോട്ട് പോകുക, നിങ്ങൾക്ക് കൂടെ പാർട്ടി ഉണ്ട് എന്ന് പറയുമ്പോൾ
ഈ അണികളും ഈ വിദ്യാർത്ഥി സഖാക്കളും ഈ യുവജന നേതാക്കളും പിണറായി വിജയന് വേണ്ടിയിട്ട് സ്തുതി പാടുകയല്ലാതെ പിന്നെ മറ്റെന്താണ് ചെയ്യുക? അപ്പോ ഒളി ക്യാമറ വെച്ചുകൊണ്ട് നേതാക്കന്മാരുടെ കിടപ്പറ രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നവർക്ക് മനസ്സിലായി ഇത് ഒരു നേതാവിനെ എടുത്തിട്ട് പുറത്തേക്ക് കാണിച്ചിട്ട് കാര്യമില്ല. ഒട്ടനവധി നേതാക്കന്മാരെ ഞരമ്പ് രോഗം ബാധിച്ചുകൊണ്ട് പാർട്ടിയുടെ തലപ്പത്തിരിക്കുകയാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഒളി ക്യാമറ വെച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിട്ടൊന്നും കാര്യമില്ല. ആലപ്പുഴ ജില്ലയിൽ നടന്നത് എന്താണ്? അതായത് ഇവര് സിന്തറ്റിക് ഡ്രഗ്സിനും കഞ്ചാവിനും എതിരായിട്ട് അങ്ങേയറ്റം പോരാടുന്ന യുവജന വിഭാഗം, ആ വിഭാഗത്തിലെ തന്നെ ഒരു വനിതാ നേതാവിന്റെ മകനെ കഞ്ചാവ് ഉപയോഗിക്കുന്ന സമയത്ത് പിടികൂടുന്നു. ആ പിടികൂടിയ ആ ഉദ്യോഗസ്ഥനെ ഭംഗിയായിട്ട് 6 മാസമുള്ള അദ്ദേഹത്തിന് പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ സ്ഥലം മാറ്റിയിട്ട് പറയുന്നു അത് സാധാരണഗതിയിലുള്ള സ്ഥലം മാറ്റമാണെന്ന് പറയുന്നു. അവരെ പിടിച്ചത് ഇപ്പൊ ആ കേസില്ല, MK ഹരിദാസിന്റെ മകനാണ് ഇത്തരത്തിലൊരു കഞ്ചാവ് ഉപയോഗത്തിന്റെ സമയത്ത് പിടിയിലായത് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇപ്പോഴും ജയിലിലല്ലേ. ഇപ്പൊ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, അദ്ദേഹം പുറത്തേക്ക് വന്നു. ആ കുട്ടി തെറ്റുകാരനല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടരുത്. പക്ഷെ പിടികൂടപ്പെട്ട പരിസരത്തുള്ള ആ സമയത്ത് റിപ്പോർട്ടിങ് ചെയ്തിട്ടുള്ളവരെല്ലാവരും പറയുന്നു ഒരു പുതിയ നിലയിൽ കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു ഗവേഷണം നടക്കുകയായിരുന്നു അവിടെ. എന്തോ കുപ്പിയിലോട്ടിട്ട് ട്യൂബ് പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കഞ്ചാവ് ഇട്ടിട്ടൊക്കെ ഇത്തരത്തിലൊരു കാര്യം തന്നെ നടന്നതായിട്ട് ഇപ്പോ നമുക്കൊക്കെ അറിവുണ്ടോ? ഭരണതലത്തിൽ ന്യായീകരണം വന്നല്ലോ, സിഗരറ്റ് അല്ലേ, സിഗരറ്റ് വലിക്കേണ്ടതല്ലേ എന്നുള്ളത് ചോദ്യവുമായിട്ട്. സിഗരറ്റാണ്, അത് വലിക്കണം, തീർച്ചയായിട്ടും വലിക്കണം. ആ സിഗരറ്റ് എൻ്റെ മകൻ വലിച്ചാലും ഷാബു പ്രസാദിന്റെ സഹോദരന്റെ മകൻ വലിച്ചാലും ഷാബു പ്രസാദിന്റെ മകൻ വലിച്ചാലും ഇതേ ലാഘവത്തോടു കൂടി കാണാൻ തയ്യാറാകണം. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവിന്റെ മകനാണ് വലിച്ചതെങ്കിൽ അത് വലിയ കുറ്റകരമായിട്ട് അതിന് നടപടിയെടുക്കാൻ തയ്യാറാകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോലീസ് കണ്ണടക്കുകയാണ്. കേരളത്തിലെ കാസർഗോഡ് മുതൽ കളിയിക്കാവിള വരെയുള്ള സ്ഥലങ്ങളിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ സുഗമമായിട്ട് കേരളത്തിൽ ഒരു കാലത്തും കാണാത്ത വിധത്തിൽ എന്താണ് സിന്തറ്റിക് ഡ്രഗ്സും കഞ്ചാവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിത്യേന യുവാക്കൾ പിടിയിലാകുന്നു. ചിലർ ഒരാൾ ഇന്നലെ മരിച്ചിട്ടുണ്ടല്ലോ വിഴുങ്ങിയതിന്റെ പേരില്. അപ്പൊ അതിന് കാരണക്കാരായ നേതാക്കളുടെ മക്കളെ ശിക്ഷിച്ചുകൊണ്ട് മാതൃകയാക്കേണ്ടവർ തന്നെ അത്തരം കേസ് പിടിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന അവസ്ഥ വരുന്നു. ഇപ്പൊ സുജിത് ദാസിനെ ഇന്നലെ തിരിച്ചെടുത്തിട്ടുണ്ട്. 6 മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം. പക്ഷെ ഒരു 6 മാസം കൂടി വേണമെങ്കിൽ ഒരു ചാർജ് ഷീറ്റ് കൃത്യമായിട്ട് നൽകിയിരുന്നെങ്കിൽ സുജിത് ദാസിനെ നീട്ടാമായിരുന്നു. എന്താണ് PV അൻവറോട് പറഞ്ഞിട്ടുള്ളത്? ഞാൻ അങ്ങയുടെ അടിമയായിട്ട് നിൽക്കാം, ഞാൻ അങ്ങയുടെ എന്നെ സർവീസിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങയുടെ അടിമയാകാം. ഒരു IPS ഓഫീസർ കേവലം ഒരു MLA യാചിക്കുന്നത് നമ്മൾ കേട്ടതാണ്. ആ ഉദ്യോഗസ്ഥത ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉന്നതമായ പോസ്റ്റിൽ അദ്ദേഹം വരും. ഇവിടുത്തെ പോലീസ് സേന കുത്തഴിഞ്ഞു. ഈ ഭരണം കൊണ്ട് ജനങ്ങൾ നികുതി കൊടുത്തും വിലക്കയറ്റത്തെ നേരിടാനാകാതെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നു. ഒരു പാർട്ടിയുടെ 3-4 ദിവസത്തെ 5-6 ദിവസത്തെ സമ്മേളനത്തില് ജനങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നങ്ങൾക്കും പരിഹാരമാകാതെ ഒരു വ്യക്തിയിലേക്ക് പാർട്ടിയെ പതിച്ചു കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നടന്നിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്ത പുകയും കറുത്ത പുകയും വരുന്ന അന്തരീക്ഷമൊക്കെ ഉള്ളതുപോലെ തന്നെ ഇതാ വെളുത്ത പുക ഇപ്പോൾ വരും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലായിരുന്നു. കാരണം സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാമായിരുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കാൽക്കല് പാർട്ടിയെ കൊണ്ടുചെന്ന് വെക്കുന്ന ഒരു ചടങ്ങാണ് ആലപ്പുഴയിൽ കൊല്ലത്ത് നടന്നിട്ടുള്ളത്. അപ്പൊ അത് ഭംഗിയായിട്ട് നടന്നു. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ അടുത്ത 3ാം ടേമിന്റെ ഭരണത്തിൽ ഇവരെ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും. ഭരണം കിട്ടിയിട്ടും ഇത്തരത്തിലുള്ള ജനദ്രോഹപരമായ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുമ്പോൾ എന്നുള്ളതാണ് ഇനി നമുക്ക് കാണാനുള്ളത്.